യേശുവിൽ പ്രിയ സഹോദര, നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അഭിവാദനങ്ങളും അർപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ, ഈ ശുശ്രൂഷ സംബന്ധിക്കുവാൻ നിങ്ങളിപ്പോൾ എടുത്ത താല്പര്യത്തിനായിട്ട് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന ഈ ശുശ്രൂഷകളെല്ലാം തന്നെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പരമാവധി ഇതിനകത്ത് ഉൾപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടെന്ന് യേശുവിൻ്റെ സ്നേഹനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുന്നു. യേശു പ്രകാരം പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 21-ാം തിരുവചനം, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഇത് കേട്ടിരിക്കെ തന്നെ, ഇത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലേക്കും യേശു തൻ്റെ വചനം അയക്കുന്നു. നിങ്ങളുടെ കുടുംബവും വിശുദ്ധീകരിക്കപ്പെടട്ടെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടിവിയും മറ്റുപകരണങ്ങളുമെല്ലാം യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ഏതെങ്കിലും ജോലിയിൽ വ്യാപൃതരാകുന്ന സമയത്ത് ദയവായി ഇതിലുള്ള ശുശ്രൂഷകൾ കാണരുത്. ധ്യാനപൂർവകമായ മനസ്സോടെ, താല്പര്യത്തോടെ ഇതിലെ ഓരോ ശുശ്രൂഷകളെയും നിങ്ങൾ കാണുക. താല്പര്യപൂർവ്വം കണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ നിറയുക. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് അത് നിർത്തിവെക്കണമെന്ന് തോന്നുമ്പോൾ നിർത്തിവെച്ചിട്ട് വീണ്ടും തുടർന്ന് കാണാവുന്നതാണ്. നിങ്ങളെപ്പോൾ കാണുന്നു അപ്പോഴെല്ലാം പ്രാർത്ഥന അനുഭവത്തോടെ ആയിരുന്നു കൊണ്ട് കാണുമ്പോൾ പൂർണ്ണമായും വലിയൊരു പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാനും വിശുദ്ധീകരിക്കപ്പെടാനും പുതിയൊരു ജീവിതം ആരംഭിക്കാനും കർത്താവ് ഈ ശുശ്രൂഷകളിലൂടെ നിങ്ങളെ ഒരു ഉപകരണമാക്കട്ടെ. ലോകം മുഴുവനും കർത്താവിൻ്റെ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരോടും ചേർന്നുകൊണ്ട്, എല്ലാ വിശുദ്ധരോടും ചേർന്നുകൊണ്ട് നമ്മളതിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെ കൃപയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്ഷയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹവാസവും സാന്നിധ്യവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം ജീവിക്കുന്നു, ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു, ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്താരമാക്കി, നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്താരമാക്കി, എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്കു വ്യസനമായി തീരാതെ വണ്ണം കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും, നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്താരമാക്കി, നീ എന്നെ അനുഗ്രഹിച്ച് അതിരുകൾ വിസ്താരമാക്കി, എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്കു വ്യസനമായി തീരാതെ വണ്ണം കാത്തിടേണമെന്നും
എന്നെ കാത്തിടേണമെന്നും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പതിന്ന. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പതിന്ന. എനിക്ക് വേണ്ടി ജീവിക്കുന്നവൻ അവൻ പുതുവാതിലുകൾ ആർക്കുമാവില്ല അടച്ചിടുവാൻ. തുറന്നിടും അവൻ പുതുവാതിലുകൾ ആർക്കുമാവില്ല അടച്ചിടുവാൻ. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും കർത്താവ് അനുഗ്രഹമുള്ളതാക്കി മാറ്റുന്നു. യേശുവിലൂടെ പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹത്തിലേക്ക് കടന്നു വരുന്നവരാണ്. കർത്താവ് നമുക്ക് വേണ്ടി പുതിയ പുതിയ അവസരങ്ങൾ തരുന്നു. പുതിയൊരു ജീവിതം സ്വപ്നം കാണാൻ കൃപ നൽകുന്നു. അവനിൽ പ്രത്യാശ വെച്ച് അവനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയങ്ങൾ അറിയും നാഥൻ നൽകിയിടും ആവശ്യമില്ല. ഹൃദയങ്ങൾ അറിയും നാഥൻ നൽകിയിടും ആവശ്യമില്ല. അവനെ നോക്കിയോർ ശോഭിതരാ അവരൊരു നാളും ലജ്ജിക്കില്ല. അവനെ നോക്കിയോർ ശോഭിതരാ അവരൊരു നാളും ലജ്ജിക്കില്ല. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. എന്നോട് കൂടെയിരുന്ന് അനർത്ഥം എനിക്കു വ്യസനമായി തീരാതെ വണ്ണം കാത്തിടേണമെന്നും. എന്നെ കാത്തിടേണമെന്നും. ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹം സ്വീകരിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന്റെ കൃപയാൽ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും കണ്ണുകൾ അടച്ച് പാടുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഉയരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് അപ്പസ്തോലൻ പറയുകയാണ്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. ദൈവം ഓരോ ദിവസവും നമ്മോട് കരുണ കാണിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരാനാണ്. ദൈവം കാണിക്കുന്ന കരുണയ്ക്കും സ്നേഹത്തിനും ദയയ്ക്കുമെല്ലാം ലക്ഷ്യമുണ്ട്. ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ദൈവവും സ്വീകരിക്കുന്ന എനിക്കും ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യം എന്നോട് കരുണ കാണിക്കാൻ ദൈവത്തോട് അടുക്കുക എന്നുള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ദൈവത്തോട് ചേർന്നിരുന്ന് അവിടുത്തെ സ്നേഹിക്കാൻ, അവിടുത്തെ ഓരോ വാക്കുകളും അനുസരിക്കാൻ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, അവിടെ നടന്ന അതേ വഴിയിലൂടെ നടക്കാൻ അതാഗ്രഹിക്കുന്നവർക്കെല്ലാം അത് കിട്ടും. കർത്താവിനെ കണ്ടെത്തുമ്പോൾ അവനുള്ളതെല്ലാം നമുക്ക് തരും. ആ പിതാവ് പറഞ്ഞല്ലോ, മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. എൻ്റെ സ്വർഗീയ പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. ഞാൻ അവകാശിയാണ്. ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമായതുകൊണ്ട് ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയുമാണ്. നമുക്കായി തൻ്റെ
ഏകജാതനെ ഏൽപ്പിച്ചെന്ന ദൈവം അവനോടുകൂടെ നമുക്ക് സമസ്തവും നൽകാതിരിക്കുമോ എന്ന് അവിടുന്ന് ചോദിക്കുന്നു. അവിടുന്ന് എല്ലാം തരും. തൻ്റെ കൂടെ ആയിരം തൻ്റെ മകനെ വിട്ടുതരാൻ അവിടത്തേക്ക് പറ്റുമെങ്കിൽ അവിടുത്തെ മകനേക്കാൾ വലുതല്ല നമുക്ക് തരേണ്ട അനുഗ്രഹങ്ങൾ. അവിടുത്തെ മകനെ തന്നെങ്കിൽ, തൻ്റെ പുത്രനെ തന്നെങ്കിൽ, ആ പിതാവ് മക്കളായ നമുക്ക് എല്ലാം തരും. ആ പുത്രനിലൂടെ എല്ലാം നമുക്ക് തരും. ആ പരിശുദ്ധാത്മാവിലൂടെ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. എല്ലാ വിശുദ്ധരും അനുഭവിച്ചറിഞ്ഞ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും എല്ലാം ഗ്രഹിക്കാൻ ഞങ്ങൾ അന്ധകരണങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരാണത് അനുഭവിച്ചറിഞ്ഞത്. അവരനുഭവിച്ചറിഞ്ഞ അങ്ങയുടെ സ്നേഹത്തിൻ്റെ നീളം, അങ്ങയുടെ സ്നേഹത്തിൻ്റെ വീതി, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉയരം അനുഭവിച്ചറിയാൻ കർത്താവേ, ഞങ്ങൾ അന്ധകരണങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഉള്ളിനെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവനും വിശുദ്ധമാകട്ടെ. ഇപ്പോഴും വിശുദ്ധിക്ക് വേണ്ടി വലിയൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാവരും ദാഹത്തോടെ പ്രാർത്ഥിക്കുക. വിശുദ്ധിയുള്ളവനെ വിശ്വാസമുണ്ടാകത്തുള്ളൂ. ദൈവത്തിൽ വിശ്വസിക്കാൻ, ദൈവത്തിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ വിശുദ്ധിയുള്ളവർക്കേ പറ്റുകയുള്ളൂ. കർത്താവേ, എനിക്ക് തരണമേ. ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കർത്താവുണ്ട്. കിട്ടാതെ പോയതിൻ്റെ ദുഃഖമെല്ലാം ഞങ്ങൾ മാറ്റിവെക്കുന്നു. കാരണം ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾക്കെല്ലാം കിട്ടുമെന്ന് ഞങ്ങൾ ഉറപ്പായും ഏറ്റുപറയുന്നു. കർത്താവ്, മനുഷ്യർക്ക് അസാധ്യമായത് അങ്ങേക്ക് സാധ്യമാണ്. എനിക്ക് അസാധ്യമായത് അങ്ങേക്ക് സാധ്യമാണ്. ഞാൻ ഇത്രയും നാളും ജീവിച്ചിട്ടും എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തത്, എനിക്ക് ശരിയാക്കാൻ പറ്റാത്തത് അങ്ങേക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങ് നേടി എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങേക്കെല്ലാം ശരിയാക്കാൻ പറ്റും. അതെൻ്റെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും, ജീവിത പങ്കാളിയുടെ കാര്യത്തിലാണെങ്കിലും, സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ശരീരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഏത് കാര്യത്തിലാണെങ്കിലും കർത്താവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കും. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ബലിപീഠത്തിലേക്ക് നമ്മളെല്ലാവരെയും സമർപ്പിക്കാം. അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും നിരവധി അനുഗ്രഹങ്ങൾ ഒഴുകി വരുന്നു. പരിശുദ്ധ അമ്മയുടെ ബലിപീഠത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും, ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളെയും ഈ ഗ്രൂപ്പിനെ മുഴുവനും സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ തീർച്ചയായിട്ടും പുത്രനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിനാൽ സ്വർഗം മുഴുവനും ഇവിടെ നിരന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അടുത്ത വലിയ തേജസ് കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. പരിശുദ്ധാമ്മേ, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞതുപോലെ ഞങ്ങളും പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. അത്യുന്നതമായ ശക്തിയാൽ, ഉന്നതൻ്റെ പരിശുദ്ധിയാൽ, കൃപയാൽ നിറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം കൃപയാൽ നിറയപ്പെടട്ടെ. അമ്മ, അതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരെ, സകല മാലാഖമാരെ, ഞങ്ങൾക്ക് കാവലായിരിക്കുന്ന കാവൽദൂതന്മാരെ, ഗബ്രിയേൽ, മിഖായേൽ, റഫേൽ മാലാഖമാരെ, സാത്താന്യ ശക്തികൾ ഞങ്ങളെ അലട്ടാതിരിക്കാൻ, അവൻ്റെ തന്ത്രങ്ങളിൽ പിടിക്കപ്പെടാതിരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8 നാം വായിക്കുന്ന ഒരു കാര്യമാണ്: ഹൃദയ ശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. യേശു എപ്പോഴും സംസാരിക്കുന്ന ഒരു വാക്കാണ് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം ഉണ്ടാവുക. ഈശോ വളരെ പ്രധാനപ്പെട്ട ഒന്നായി കാണുന്ന ഹൃദയത്തെയാണ്. നമ്മുടെ സാധാരണ ഒരു ഹൃദയമല്ല, മാംസം കൊണ്ടൊക്കെയുള്ള ഒരു ഹൃദയത്തെക്കുറിച്ചല്ല, നമ്മുടെ ആത്മാവിനോട് ചേർന്നിരിക്കുന്ന ഒരു ഹൃദയത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിന് 6:5 നാം വായിക്കുന്നു:
ഹൃദയത്തിലെ ചിന്തയും ഭാവനയും ദുഷിച്ചത് മാത്രമാണ് ദൈവം കണ്ടു. നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന ചിന്തയും ഭാവനയും ദുഷിച്ചതാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 45 നാം വായിക്കുന്നു, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ വചനപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ ഹൃദയത്തിൽ എന്ത് കിടപ്പുണ്ടോ അത് നമ്മൾ ചെയ്യാൻ തുടങ്ങും. ഈശോ വീണ്ടും പറഞ്ഞു, ഹൃദയമാണ് എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. അവിടെ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, വ്യഭിചാരം, അങ്ങനെ ഒരുപാട് പാപങ്ങൾ കടന്നു വരിക. ഈ ഹൃദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ആഗ്രഹിച്ചിരിക്കുന്ന ആ ഹൃദയം വളരെ കുഴപ്പമുള്ള ഒരു സ്ഥലമാണ്. പ്രൈസലോ സുരതി പറഞ്ഞു ഹാലലിയ ഹാലലിയ. എന്നാൽ ആ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയും കടന്നു വന്നു കഴിഞ്ഞാൽ ജീവിതത്തിന് തന്നെ പൂർണ്ണമായ ഒരു മാറ്റം സംഭവിക്കും. സങ്കീർത്തനം 119:11 നാം വായിക്കുന്നു, ദാവീദ് പാപം ചെയ്തിട്ട് ദാവീദ് അനുദപിച്ചപ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ ചെയ്യുന്ന ഓരോ പാപവും അങ്ങേക്കെതിരെയാണ്. അതിനാൽ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പാപം ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കാരണം അത് പാപമാണെന്ന് എന്നെ കാണിച്ചു തരുന്ന വചനം എൻ്റെ ഹൃദയത്തിലില്ല. അതുകൊണ്ട് ഹൃദയത്തിൽ വചനം കിടന്നു കഴിഞ്ഞാൽ വചനപ്രകാരമേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. യെശയ്യാ 30:20 നാം കാണുന്നു. യെശയ്യാ 30-ാം അധ്യായം 20-ാം തിരുവചനം, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന വചനം എപ്പോഴും നമുക്ക് വഴികാട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന വേറെ കാര്യമായതുകൊണ്ട് അത് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് എന്ത് പറ്റും, കിടക്കുന്ന കാര്യമനുസരിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ. 25% ഹൃദയത്തോടെ സ്വീകരിച്ചിട്ട് കാര്യമില്ല, സ്നേഹിച്ചിട്ട് കാര്യമില്ല. 50% കർത്താവിൻ്റെ കാര്യവും 50% സാത്താൻ്റെ കാര്യവും ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കുന്നതല്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞ ഒരേ സമയം ദൈവത്തെയും മാമോനെ പിശാചിനെയും സേവിക്കുക സാധ്യമല്ല. ഒന്നുകിൽ നീ ദൈവത്തെ സേവിക്കുക, അല്ലെങ്കിൽ സാത്താനെ സേവിക്കുക. ദൈവത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ 50% ഇല്ല. കാരണവന്മാർ ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്, 50% ദൈവവും 50% നമ്മളും. അങ്ങനെ ഒരു പരിപാടി, അങ്ങനെ പഴഞ്ചൊല്ല് കാരണവന്മാരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ദൈവത്തിൽ ഒരിക്കലും പകുതി പരിപാടിയിൽ എല്ലാം പൂർണ്ണമായിട്ടുള്ളതാണ്. കാരണം സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് കൊണ്ട് നമ്മളും പരിപൂർണരാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പിതാവായ ദൈവം പരിപൂർണനായിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് സൃഷ്ടിച്ച മക്കളെല്ലാവരും പരിപൂർണരാകണമെന്ന് അവിടത്തേക്ക് വലിയ ആഗ്രഹമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പരിപൂർണത കിട്ടാത്തത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് 50% മതി, 50% മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം കാണിച്ചു തരുമ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവത്തിൽ 50%, 75%, 99% ഇല്ല, 100% മാത്രമേ പൂർണ്ണതയാണ്. അപ്രകാരം നമുക്ക് ജീവിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. സഹോദരി പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഈ ഹൃദയത്തിൽ കിടക്കുന്ന പാപത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായം 15-ാം തിരുവചനം നാം കാണുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. 5-ാമത്തെ പ്രമാണത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആ പ്രമാണം പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് 14-ാം തിരുവചനത്തിൽ 20-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുന്നു, കൊല്ലരുത്. ഇവിടെ നമ്മൾ കാണുകയാണ് എന്തുകൊണ്ടാണ് യേശു കൊല്ലരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ദൈവം എന്തുകൊണ്ടാണ് കൊല്ലരുതെന്ന് അരുളി ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ഒരു മനുഷ്യനെ വെറുക്കുന്നത് തന്നെ കൊലപാതകമാണ്. ഇനി എങ്ങനെയാണ് വെറുക്കുന്നത്? ലേവ്യരുടെ പുസ്തകം 19:17 നാം വായിക്കുന്നു, സഹോദരനെ നിങ്ങൾ ഹൃദയം കൊണ്ട് വെറുക്കരുത്. പ്രൈസ് ദി ലോർഡ്. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്.
അപ്പം നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതം മുഴുവനും പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങളിൽ അത് കുറച്ചും കൂടി കർത്താവ് വ്യക്തമാക്കി തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം. അത് കൊല്ലരുത്, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനായി തീരുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും, ന്യായവിധിക്ക് അർഹനായി തീരും. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനായി തീരും. ഈ ന്യായവിധി വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയും തെറ്റും കാണിച്ച് തന്നതിന് ശേഷമാണ് ന്യായവിധി ഉണ്ടാവുക. അപ്പോൾ സഹോദരനോട് എങ്ങനെ പെരുമാറണം, എപ്രകാരം ജീവിക്കണം എന്നുള്ളത് കർത്താവ് കാണിച്ചു തന്നിട്ടും പറഞ്ഞു തന്നിട്ടും അതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇവിടെ പറയുകയാണ്, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനായിത്തീരും. അടുത്ത വചനം വായിക്കാം. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ, നീയൊരു ഭോഷനാണ്, നിന്നെ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ, നമ്മൾ ആരെയെങ്കിലും വിഡ്ഢി എന്ന് വിളിച്ചാൽ, അപ്പം മക്കളെ വിളിച്ചാലും ശരി, മക്കൾ അപ്പനെ വിളിച്ചാലും ശരി, ആരെ തന്നെ വിളിച്ചാലും ശരി, വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. അവർ നരകത്തിൽ പോകും, നരകത്തിലെ അഗ്നിക്ക് ഇരയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന പ്രവൃത്തി ചെയ്താൽ നരകത്തിൽ പോകുമെന്ന് ഈശോ പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ പോകുമോ? ചില പറയും പോകത്തില്ലെന്ന് പറയും. ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിരിക്കും. അപ്പോൾ ചിലരെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്, എങ്ങനെയും ജീവിച്ചാൽ മതി, എവിടെ പോകാം? സ്വർഗത്ത് പോകാം. അങ്ങനെ പറ്റത്തില്ല. ഈശോ പറയുകയാണ്, നീ വിഡ്ഢിയെന്ന് വിളിച്ചാലോ, നീ കോപിച്ചാലോ, നീ അപ്രകാരം ഫോഷായെന്ന് വിളിച്ചാലോ നിനക്ക് ഒരുപാട് തകർച്ചകളുണ്ടാകും, നീ നരകത്തിൽ പോകും. അപ്പോൾ ഈശോ വിഡ്ഢിയെന്ന് വിളിക്കുമ്പോൾ നരകത്തിൽ പോകുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നരകത്തിൽ പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒറ്റ കാര്യം ചെയ്താൽ മതി, വളരെ എളുപ്പമാണ്. വിഡ്ഢി എന്നുള്ള വിളി അങ്ങ് നിർത്തിയാൽ മതി. എന്ത് ചെയ്താൽ മതി? വിഡ്ഢി എന്നുള്ള വിളി നിർത്തിയാൽ മതി. വിഡ്ഢി എന്നുള്ള വിളി, ഫോഷ എന്നുള്ള വിളി, അതങ്ങ് നിർത്തി കഴിഞ്ഞാൽ എവിടെ പോകാൻ പറ്റും? സ്വർഗത്ത് പോകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പല മനുഷ്യൻ്റെയും പ്രശ്നം എന്താണെന്നറിയാമോ? എൻ്റെ വിളിയോ എൻ്റെ പ്രവൃത്തിയോ ഞാൻ മാറ്റി വയ്ക്കുന്നില്ല, പിന്നെയോ എനിക്ക് സ്വർഗത്ത് പോകണം. അപ്പോൾ ഈശോ പറഞ്ഞു, വിഡ്ഢിയെന്ന് വിളിച്ചാൽ നീ നരകാഗ്നിക്ക് ഇരയായിത്തീരും. അങ്ങനെയെങ്കിൽ നരകത്തിൽ പോകാതിരിക്കാനുള്ള എളുപ്പമാർഗ്ഗം ഇത്രയേ ഉള്ളൂ. വിഡ്ഢിയെന്നുള്ള വിളി അങ്ങ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ പോകേണ്ടി വരത്തില്ല. ഞാൻ എവിടെ പോകും? സ്വർഗത്തിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. തുറന്ന് വായിക്കാം, താട്ട് വായിക്കാം. നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക. നീ ബലിപീഠത്തിലേക്ക് ബലിയർപ്പിക്കാനായിട്ട് കടന്നു വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെന്ന് നീ അവിടെ വെച്ചോർത്താൽ നീ എന്ത് ചെയ്യണം? നീ പോയി ബലിവസ്തു അവിടെ വെച്ചിട്ട് ആ വ്യക്തിയുമായിട്ട് പോയി രമ്യതപ്പെടുക. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ ബലിയിലും കർത്താവ് നമ്മോട് കരുണ കാണിച്ചിരിക്കുന്നത് കൊണ്ട് ഈ കരുണ നമ്മൾ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചും മറ്റുള്ളവരോട് കരുണ കാണിക്കണം. എന്നോടെല്ലാവരും കരുണ കാണിക്കണം, പക്ഷെ ഞാൻ ആരോടും കരുണ കാണിക്കത്തില്ലെന്ന് വെച്ചാൽ അത് തെറ്റാ. ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി പിന്നെ ആ വ്യക്തിയോട് രമ്യതപ്പെട്ട് വരാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ പലരും ബലിയർപ്പിക്കേണ്ടതായിട്ട് വരത്തില്ല. കാരണം ദിവസേന ഓരോ പ്രശ്നങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട്. ഇവിടെ പറയുകയാണ്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള തിരുവചനങ്ങൾ ഒന്ന് വായിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 11 അതിന്റെ 22 മുതലുള്ള തിരുവചനങ്ങൾ. യേശു പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ
ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അപ്പോൾ ഈശോ പറയുകയാണ്, ഹൃദയത്തിൽ ശങ്ക ഉണ്ടാകാൻ പാടില്ല, ഹൃദയത്തിൽ വിശ്വാസമാണ് ഉണ്ടാകേണ്ടത്. ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയം പവിത്രമായിരിക്കണം, വിശുദ്ധമായിരിക്കണം. ഇപ്പം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്, ഒന്ന് കൈയ്യെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു നിങ്ങളെ രോഗം സുഖപ്പെടുത്തും, യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾ മോചിപ്പിക്കും, യേശു ക്രിസ്തു നിങ്ങൾക്ക് എല്ലാം തരും എന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടാകുന്നു? യേശു ക്രിസ്തു എല്ലാം തരും എന്ന് മനസ്സിലേക്ക് നിങ്ങൾ വരിക. അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായി, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഇവിടെ വെച്ച് ഭയങ്കര ക്ലാസ് കേട്ടപ്പോഴും യേശു ക്രിസ്തു ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കേട്ടപ്പോഴും സന്തോഷമുണ്ടായി, സമാധാനമുണ്ടായി. പക്ഷേ എത്ര പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടുന്നുമില്ല. എന്താ കാര്യം? ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, നിന്റെ ഹൃദയത്തിൽ ശങ്കിക്കാതെ നീ ചോദിക്കണം. ഹൃദയത്തിൽ ശങ്കയുണ്ടാകാൻ കാരണം വിശുദ്ധി ഉണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ പ്രസംഗം കേട്ടിട്ട് പോകാം, കാര്യങ്ങൾ കേട്ടിട്ട് പോകാം. ആ ബ്രദർ പറഞ്ഞായിരുന്നു വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. ആ ബ്രദർ പറഞ്ഞായിരുന്നു യേശു ക്രിസ്തുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ശരി തന്നെയാണ്, പറഞ്ഞ എല്ലാം വചനപ്രകാരം ശരി തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത് കിട്ടുന്നില്ല? അതിന് കിട്ടാത്തതിൻ്റെ കാരണം ഈ വിശ്വാസം ഉണ്ടെങ്കിൽ അത് കിട്ടുമെന്ന് ആ ബ്രദർ പറഞ്ഞപ്പോൾ, ആ ബ്രദറിനെ കുറിച്ച് ആ ബ്രദറിൻ്റെ ജീവിതത്തിൽ കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും എന്തുപറ്റി? ഞാനും ഒന്ന് ആഗ്രഹിച്ചു, പക്ഷെ ഞാൻ ചെയ്യേണ്ട ചില കാര്യം ചെയ്തില്ല. അതെന്താ ചെയ്യേണ്ട കാര്യം? എൻ്റെ ഹൃദയത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന പലതും കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനം അവസാനിക്കുന്നില്ല. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നമ്മോട്. അടുത്ത വചനം വായിക്കാം. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇനി ഒരു കാര്യം കൂടെ കർത്താവ് പറയുന്നത്, അതും കൂടെ കേൾക്കണം. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പ്രാർത്ഥിച്ചാലും ചോദിച്ചാലും യാചിച്ചാലും എല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഹൃദയത്തിൽ ശങ്കിക്കാതെ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് അപ്രകാരം വീഴും. പക്ഷെ വീഴുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഈശോ അതേ പാരഗ്രാഫിൽ തന്നെ കൂട്ടിച്ചേർക്കുകയാണ്. വായിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. ആരോടെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗ്ഗത്തിലുള്ള പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പറയുകയാണ്, പിതാവിൻ്റെ ക്ഷമ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുംഭസാരം എന്ന കൂദാശയിലൂടെ നമ്മിലേക്ക് ദൈവത്തിൻ്റെ ക്ഷമ കടന്നു വരിക. എങ്ങനെ കടന്നു വരുന്നത്? കുംഭസാരക്കൂട്ടിൽ ചെന്ന് അവിടെ അച്ഛനാണ് ഇരിക്കുന്നത്, പക്ഷേ യേശുവിനോടാണ് നമ്മൾ പാവങ്ങൾ പറയുന്നത്. ആ യേശു ഓരോ പാപങ്ങൾക്കും വേണ്ടി ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ക്ഷമ എനിക്ക് അനുഭവിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാതെ വാഗൊണ്ട് പറയുന്നു, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? ഞാൻ ആരോടും ക്ഷമിച്ചിട്ടില്ല. എനിക്ക് കർത്താവിൻ്റെ ക്ഷമയും കരുണയും വേണം, പക്ഷേ ഞാൻ ആരോടും ക്ഷമിക്കുന്നുമില്ല, ഞാൻ ആരോടും കരുണ കാണിക്കുന്നില്ലെങ്കിൽ ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ക്ഷമിച്ചാലേ നിങ്ങൾക്ക് പിതാവിൻ്റെ ക്ഷമ അനുഭവിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞു ഹല്ലേലൂയ. ഒരുപാട് രോഗങ്ങളുടെ കാരണം വെറുപ്പാണ്. പ്രത്യേകിച്ച് ക്യാൻസർ ഉള്ളവർ എന്നോട് പിണങ്ങിയിട്ട് ഒരു കാര്യമില്ല. ക്യാൻസർ ഉള്ളവർ ക്ഷമിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ 100% ഗ്യാരണ്ടി തരാം, പാപം ക്ഷമിച്ചാൽ ക്യാൻസർ മാറും. ട്യൂമറുള്ളവർ, ശ്വാസമുട്ടുള്ളവർ, നിരവധി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രോഗം വന്നിരിക്കുന്നത് ഈ വെറുപ്പിലൂടെയാണ്. ഇഷ്ടംപോലെ രോഗങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വെറുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. ഒന്ന് വായിക്കാം. ഹെബ്രായർ 12 ആ ദൈവകൃപ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഭാഗത്തിൻ്റെ തൊട്ടു പിന്നാലെ രോഗസൗഖ്യത്തിന് കിട്ടേണ്ട ചില മേഖലകളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് എന്ന് വെച്ചാൽ വിദ്വേഷം എന്ന് വെച്ചാൽ ഒരു മരവാ. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദ്വേഷം എന്താണ്? ഒരു മരം. ഞാനും ചോദിക്കട്ടെ, ഇവിടെ
വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-50 വർഷമായിട്ട് അല്ലെങ്കിൽ 10-60-70 വർഷമായിട്ടൊക്കെ ഈ കോക്കുന്ന് ഇടവകയിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ പള്ളിമുറ്റത്തൊരു തെങ്ങുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തെങ്ങ് ഒരേ സമയം വെച്ചയാണെന്ന് വിചാരിക്കുക. അങ്ങനെ തെങ്ങ് വെക്കുന്ന സമയത്ത് ആ വെച്ച തെങ്ങിനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വേണമെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റും, നല്ല ആരോഗ്യമുണ്ടെങ്കിൽ. ഒരു 2 മാസം കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല, ഒരു 5-6 പേരുണ്ടെങ്കിൽ ആ തെങ്ങിനെ പിടിച്ചെടുത്ത് മാറ്റാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നല്ല പരുവത്തിൽ നിൽക്കുകയാണ്. ഒരു 10-15 വർഷം കഴിഞ്ഞു, ആ തെങ്ങിനെ ഒരിക്കലും ഒറ്റയ്ക്കോ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയോ പിടിച്ചു മാറ്റാൻ സാധ്യമല്ല. കാരണം അതിൻ്റെ വേരുകൾ അവിടെ വ്യാപിച്ചിരിക്കുക. ഇവിടെ തിരുവനന്തപുരത്ത് പറയുകയാണ്, വിദ്വേഷത്തിൻ്റെ വേര് വളരുന്നു, വെറുപ്പ് വളരുകയാണ്. ചെറുതായിട്ട് കടന്നതാ, പക്ഷെ വളരാൻ തുടങ്ങിയിരിക്കുക. അത് വളർന്ന് ഉപദ്രവം ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഉപകാരമല്ല, പിന്നെയോ ഉപദ്രവം ചെയ്യാൻ തുടങ്ങി. ഈ ഉപദ്രവമാണ് രോഗം, കടബാധ്യത, നാശം, ദുഃഖം, പ്രയാസം ഇതെല്ലാം വരാൻ കാരണം. ചില അമ്മച്ചിമാർ പറയും, മക്കൾക്ക് വേണ്ടി ഞാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബാങ്കിലൊക്കെ ബാലൻസൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക, കൊച്ചിനെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നല്ല പ്രായമായി, കാണാനൊക്കെ കൊള്ള ആളെ, പക്ഷേ ഇതുവരെ ഒരു ആലോചനയും ശരിയായി പോകുന്നില്ല. രമ്യതയുടെ കാര്യം ചോദിക്കുമ്പോൾ പറയും, അത് ഞങ്ങൾ മാത്രമേ സാമ്പത്തികമായിട്ട് നല്ല ഉയർന്ന നിലയിലുള്ളൂ, ഞങ്ങളുടെ സഹോദരങ്ങളൊന്നും അത്ര ഉയർന്ന നിലയിലല്ല, അതുകൊണ്ട് അവരുടെ ചില പ്രവർത്തനമൊന്നും എനിക്ക് പിടിക്കത്തില്ല, ഞാൻ ഇച്ചിരി സ്റ്റാറ്റസൊക്കെ ഉള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെന്ത് ചെയ്യുന്നു? ഇവർ മറ്റുള്ളവരെ പിണങ്ങിയും വെറുത്തുമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. എന്തു പറ്റുന്നു? ഉപദ്രവം സംഭവിച്ചുകൊണ്ടിരിക്കുക കുടുംബത്തിലേക്ക്. ഉപദ്രവം. പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും വിദ്യാഭ്യാസം ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും എല്ലാവരെയും യേശുവിൻ്റെ മനോഭാവത്തോടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മൾ വിശ്വസിക്കുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്, യേശു കാലിത്തൊഴുത്തിൽ ജനിച്ചു വളർന്നു, അവിടെ കാലിത്തൊഴുത്തിൽ ജനിച്ചു, അവിടുന്ന് വളർന്നു വന്ന സാഹചര്യങ്ങൾ വളരെ കഷ്ടപ്പാടുള്ളതായിരുന്നു. ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ കുരിശിൽ തൂക്കപ്പെട്ടു. ഒന്നുമില്ലാത്തവനായി അവിടുന്ന് ജീവിച്ചവനാണ്. ആ യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരും ഇതേ മനോഭാവത്തിലേക്ക് കടന്നു വരാൻ വിളിക്കപ്പെട്ടവരാണ്. അതിന് ന്യായീകരണങ്ങൾ നിരത്തിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ പറയുന്നു, വിദ്വേഷത്തിൻ്റെ വേര് വളരുക. അത് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. ഉപദ്രവം ചെയ്യാതിരിക്കാൻ. ഏതെങ്കിലും മരത്തിന് ഒരു വേര് വീട്ടിൻ്റെ ഫൗണ്ടേഷൻ അടിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ മരം വളരുന്നതിനനുസരിച്ച് ഫൗണ്ടേഷൻ ഇളകാൻ തുടങ്ങും, അടിസ്ഥാനം ഇളകാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിൽ വെറുപ്പ് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേര് വളരാൻ തുടങ്ങും. വളർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം ഇളകാൻ തുടങ്ങും. ഈ അടിസ്ഥാനം ഇളകുമ്പോൾ നിലം പതിക്കും. ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് നിലം പതിക്കലുണ്ട്, കുടുംബ ജീവിതത്തിൽ ഇതുപോലെ നിലം പതിക്കലുണ്ട്. അതുകൊണ്ട് നിലം പതിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ വന്നിരിക്കുന്നത്, എന്നും നിലനിൽക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്നു, വിദ്വേഷത്തിൻ്റെ വേര് വളർന്നു, ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. ഉണ്ടോ? പലരും അശുദ്ധരാകുന്നു. വെറുപ്പ് മൂലം പലരും അശുദ്ധരാകുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കണം. ഞാൻ കുമ്പസാരിക്കാൻ പോകുന്നതിന് മുമ്പ് രമ്യതപ്പെടണം. വൈകുന്നേരമാണ് കുമ്പസാരം. രമ്യതപ്പെടണം എൻ്റെ ജീവിതത്തിൽ ആരോടെങ്കിലും. പ്രഭാഷകൻ്റെ പുസ്തകം 28 എടുക്കാം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 28 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാളും ഞാൻ കുമ്പസാരിച്ചപ്പോൾ ഏറ്റുപറഞ്ഞ അതേ പാപം തന്നെ കുമ്പസാരക്കൂട് വിട്ടുകഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ പലരെയും ന്യായീകരണം ഇതാ, മനുഷ്യനല്ലേ, പാപിയല്ലേ, പാപം ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇത് 2 രീതിയിൽ കാണാൻ പറ്റും. 2 രീതിയിൽ കാണാൻ പറ്റും. ഒന്ന്, ഞാൻ പാപിയാണ്, എന്നിൽ പാപമുണ്ട്, കർത്താവേ നീ എന്നോട് കരുണ കാണിച്ചാലേ എൻ്റെ പാപം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ, അതിന് നീ എന്നെ സഹായിക്കണമേ. ഇത് അനുതപിക്കാൻ ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ്റെ അനുതാപകരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ ഞാൻ പാപിയാണ്. എല്ലാവരും പാപിയാണ്. ഞാൻ പാപിയാണ്, ഞാൻ പാപം ചെയ്തു പോയി, എനിക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട് എന്ന് അനുതാപത്തോടു കൂടി, പാപത്തെ ന്യായീകരിക്കല്ല, അനുതാപത്തോടു കൂടി വരുന്ന അവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? ലോകത്തുള്ള എല്ലാവരും പാപം ചെയ്യണം, എനിക്കെന്താ പാപം ചെയ്താൽ കുഴപ്പം, മനുഷ്യനല്ലേ, പാപിയല്ലേ, അതുകൊണ്ട് പാപം ചെയ്യാത്തവരോട് ആരെങ്കിലും ഉണ്ടോ എന്ന് പറയുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഈശോ പറയുകയാണ്,
അവൻ്റെ ഉൾബോധ്യം കിടക്കുന്ന ഉള്ളിൽ കിടക്കുന്ന ഒരു ബോധ്യം ഇതാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. ഈശോദാണ് പറഞ്ഞത് ലൂക്ക 5:32, ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാ. നല്ലവണ്ണം ജീവിക്കുന്നവരെ വിളിക്കാനല്ല, പിന്നെ ആരെ വിളിക്കാനാ? പാപത്തേക്ക്. യേശു എന്തിനാ പാപിയെ വിളിക്കുന്നത്? പാപിയെ വിളിച്ച് നീ ഇപ്പോഴും പാപത്തിൽ തന്നെ കഴിയുക എന്ന് കഴിയാൻ പറയാനല്ല യേശു വിളിച്ചത്. പാപിയെ വിളിച്ചിട്ട് യേശു ചെയ്യുന്നൊരു കാര്യമാണ്, അവനെയും അവളെയും നീതിമാനും നീതിമതിയുമാക്കി മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഗണത്തിലാണോ ആദ്യത്തെ ഗണത്തിലാണോ ഞാൻ ജീവിക്കുന്നതെന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കണം. ആരാ പാപം ചെയ്യാത്തതെന്ന് ചോദിച്ചും കൊണ്ട് ചെയ്ത പാപത്തിന് ന്യായീകരണമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കണം. ഈ ന്യായീകരണം ഉണ്ടെങ്കിൽ കുമ്പസാരം ആചാരപൂർവ്വം നടക്കുന്നു, എന്നാൽ താൻ കുമ്പസാരിക്കുന്ന പാപങ്ങളൊന്നും തന്നെ ഉപേക്ഷിക്കാൻ ആ വ്യക്തിക്ക് പറ്റുന്നില്ല. വാ കൊണ്ട് പറയുന്നു എന്ന് മാത്രം, എന്നാൽ പ്രവൃത്തിയിൽ അത് വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യാക്കോസ്യയുടെ പുസ്തകത്തിലെ ആ വാക്ക് വീണ്ടും ഓർക്കണം, നിൻ്റെ വിശ്വാസം നീ എന്നെ കാണിക്കുക, എൻ്റെ പ്രവൃത്തി ഞാൻ നിന്നെ കാണിക്കാം. വിശ്വാസവും പ്രവൃത്തിയും നിനക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കുമ്പസാരമെന്ന കൂദാശ നിനക്ക് വിശ്വാസമുണ്ട്, പക്ഷേ നിൻ്റെ പ്രവൃത്തി എന്താണ്? ശരിയല്ല. കാരണം നീ പ്രവൃത്തി മേഖലയിൽ വന്നപ്പോൾ നീ എന്ത് ചെയ്തു? അടിക്കടി കുമ്പസാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ വെറുപ്പൊക്കെ ഉള്ളി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? പാപങ്ങളെ ഉപേക്ഷിക്കുന്നില്ല, ഏറ്റുപറയുന്നുണ്ട്, ഉപേക്ഷിക്കുന്നില്ല. വാസ്തവത്തിൽ അവിടെ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കുമ്പസാരം എന്ന് വെച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എൻ്റെ കയ്യിലുള്ളതിനെ ഞാൻ അവിടേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം എൻ്റെ കയ്യിൽ ഈ പേന ഇരിപ്പുണ്ട്. ഈ പേന ഞാൻ ഒരു വ്യക്തിക്ക് സമ്മാനമായിട്ട് കൊടുക്കുക. ഈ പേന ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാറിയിരുന്നും കൊണ്ട് അയ്യോ പേന പോയി, പേന കൊടുത്തു എന്ന് പറഞ്ഞ് കരയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാനത് കൊടുത്തെങ്കിൽ പിന്നെ ഇനി എൻ്റെ അവകാശ പരിധിപ്പെട്ടതല്ല, അത് ആര് മേടിച്ചോ ആ വ്യക്തിക്കുള്ളതാണ്. കുമ്പസാരത്തിലൂടെ ഞാനൊരു പാപം കൊടുക്കുമ്പോൾ ആ പാപം ഇനി എൻ്റേതല്ല, അത് ആരേറ്റെടുത്തു? യേശുക്രിസ്തു ഏറ്റെടുത്തു. യേശുക്രിസ്തു ഏറ്റെടുത്തെങ്കിൽ പിന്നെ ഞാൻ ആ പാപത്തെ ഓർത്തല്ല ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്, പിന്നെയോ ഏറ്റെടുത്ത സന്തോഷത്തിൽ ആനന്ദിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് പറ്റാത്തതിൻ്റെ കാരണം എന്താ? ഉള്ളിൽ കിടക്കുന്ന വെറുപ്പാണ്. ഒന്ന് വായിക്കാം, പ്രഭാഷകൻ 28:1 മുതൽ വായിക്കാം. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പ്രതികാരം ചെയ്യാൻ നടക്കുക. നമ്മൾ ഒരു പ്രതികാരവും ചെയ്യണ്ട. കാരണം കർത്താവ് പ്രതികാരം ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം, ഒരു മനുഷ്യൻ വെറുക്കുമ്പോൾ ആ വ്യക്തിക്ക് കൊലപാതകിയാകുന്നു. കൊലപാതകം ചെയ്യുന്നവർ സാധാരണയുള്ളവരാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവവിരുദ്ധമായ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളെ യേശു തിരിച്ചറിഞ്ഞിട്ട് ആ ശക്തി പ്രവർത്തിക്കുന്ന വ്യക്തി ആരാണോ, പൈശാചിക ശക്തി പ്രവർത്തിക്കുന്ന മനുഷ്യൻ ആരാണോ, ആ മനുഷ്യനിലുള്ള ആ തിന്മയുടെ ശക്തിയെ കർത്താവ് ഇല്ലാതാക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇല്ലാതാക്കാൻ പോയാൽ എന്ത് പറ്റുമെന്ന് അറിയാവോ? നമ്മൾ അവൻ്റെ ശരീരം ഇല്ലാതെയാക്കും. യേശു ഇല്ലാതാക്കുന്നതും മനുഷ്യനില്ലാതാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യേശു ഒരുവനിൽ പ്രതികാരം ചെയ്യുക എന്ന് ഇവിടെ എഴുതി വയ്ക്കുമ്പോൾ അത് അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പിശാചിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. മനുഷ്യനവിടെ ഒന്നും പറ്റില്ല, അവൻ വിശുദ്ധനായി മാറ്റപ്പെടും. പക്ഷെ ഒരു മനുഷ്യനെ പ്രതികാരം ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല നാം പോരാടേണ്ടത്, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ സകല അധിപന്മാർക്കും എതിരെയാണ് നാം പടവെട്ടേണ്ടത്. എഫേസ്യർ 6:10 അത് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ പടവെട്ടേണ്ടത് മനുഷ്യൻ്റെ ശരീരത്തോടല്ല, പ്രതികാരം ചെയ്യേണ്ടത് ശരീരത്തോടല്ല. അതുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യന് പ്രതികാരം വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? പട്ടിണി കിടും, അടിക്കും, ഉപദ്രവിക്കും, തൊഴിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. മനുഷ്യൻ അവനെ ഉപേക്ഷിക്കും, അകറ്റി നിർത്തും. ദൈവം ഒരിക്കലും പാപം ചെയ്യുന്ന ഒരു വ്യക്തിയും അകറ്റി നിർത്തുന്നില്ല. പിന്നെയോ ദൈവം ചെയ്യുന്ന കാര്യം അവൻ്റെ ഉള്ള പാപത്തെ എടുത്തു മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും? അവിടുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആൾക്കൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. എന്ത് പറ്റും? ആ വ്യക്തിയെ വിശുദ്ധനാക്കി കർത്താവ് മാറ്റും. അപ്പം മനുഷ്യൻ്റെ പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതികാരവും നമ്മൾ വ്യത്യാസത. ദൈവം പ്രതികാരം ചെയ്യുക എന്ന് വെച്ചാൽ അർത്ഥം മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തിയെ നശിപ്പിക്കുകയാണ്. മനുഷ്യൻ പ്രതികാരം ചെയ്യുക എന്ന് വെച്ചാൽ അർത്ഥം അവൻ പുറമേ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ തുടങ്ങും. അതുവഴി എന്ത് പറ്റും? ആ വ്യക്തിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു, ഇത് ചെയ്യുന്നവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വായിക്കാം, നമുക്ക് തുറന്ന് വായിക്കാം. പ്രഭാഷകൻ 28 അടുത്ത തിരുവചനങ്ങൾ വായിക്കാം. അയൽക്കാരനോട് പക വച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? അയൽക്കാരനോട് പക വെച്ചു പുലർത്തുക, വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അയൽക്കാരനോട് പകയുണ്ടെന്ന് മാത്രമല്ല, പക വെച്ചു പുലർത്തുന്നവന്, വെച്ചുകൊണ്ടിരിക്കുക പക. നോട്ടത്തിൽ അറിയാൻ പറ്റും, ചിലർ കണ്ണൂരിട്ട് കാണിക്കും, ചിലർ സംസാരത്തിൽ അറിയാൻ പറ്റും, പെരുമാറ്റത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഭർത്താവിനോട് പക വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ കൂടെയൊക്കെ ജീവിക്കുന്ന കറിയും ചോറൊക്കെ വെച്ച് കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും മുഖം എല്ലാം കൂടി ഇങ്ങനെ വീർപ്പിച്ച് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ തന്നെ ഭർത്താവിന് അറിയാം ഇതെന്തോ കുഴപ്പം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഭർത്താവിന് ദേഷ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മിണ്ടത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ പിണങ്ങും. വീട്ടിൽ നിന്നൊന്നും കഴിക്കത്തില്ല, ആൾ ചായക്കടയിൽ പോയി കഴിക്കും. എന്നാലും നമ്മുടെ കാര്യം നടന്നാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള നിരവധി മനുഷ്യർ ഭൂമിയിലുണ്ട്. എന്താ കാര്യം? പക വെച്ച് പുലർത്തുന്നവന്
അതുകൊണ്ട് ഒരു ചെറിയ വാക്ക് മതി, ചെറിയ വാക്ക്. തീപ്പൊരി പോലെയാണെന്ന് പറയുന്നത്, തീപ്പൊരി പോലെയാണ്. നാവിനെക്കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് യാക്കോസ്യ പറഞ്ഞു. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണെന്നാണ് പറയുന്നത്, ദുഷ്ടതയുടെ ലോകം. അതുകൊണ്ട് ഉപേക്ഷിച്ചേ പറ്റൂ. പ്രൈസ് ലോർഡ്. മിസ്രത്തിൽ പറഞ്ഞ ഹാലലിയ, ഹാലലിയ. നമ്മൾ ഓർക്കണം, കുത്തിയിരുന്ന് ഓർക്കണം. നമ്മൾ മക്കളെ കല്യാണം നടക്കുന്നില്ല, കുടുംബത്തെ അസ്വസ്ഥതകളെ മാറുന്നില്ല, കുത്തിയിരുന്ന് ഓർക്കണം. ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ടോ? പണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞൊരു വാക്ക് കാരണം ഏതെങ്കിലും കുടുംബം തകർന്നിട്ടുണ്ടോ? നിസ്സാരമായൊരു കാര്യമായിരിക്കും. അസൂയ പൂണ്ട് പറഞ്ഞതാ, സ്വാർത്ഥത കൊണ്ട് പറഞ്ഞതാ, പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി പറഞ്ഞതാ, സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി പറഞ്ഞതാ, കാശ് കിട്ടാൻ വേണ്ടി പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞ നിരവധി വാക്കുകൾ വലിയ കൂരമ്പ് പോലെ. തിരുവചനം പറയുന്നുണ്ട്, പ്രഭാഷണ പുസ്തകത്തിൽ ഒരു വാക്കുണ്ട്, വാളുകൊണ്ട് മരിച്ചവർ ചുരുക്കമാണ്, അതിനേക്കാൾ ഏറെയാണ് നാവ് കൊണ്ട് മരിച്ചവർ. ഏതവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്? പ്രഭാഷണ പുസ്തകം തന്നെ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ വായിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ക്ഷമിക്കാനും തീരുമാനമെടുക്കുക. ഇന്ന് പലപ്പോഴും ഈ വെറുപ്പും വിദ്വേഷവും ഉള്ളത് കൊണ്ട് കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഗുണ്ടാസംഘത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ഗുണ്ടാസംഘത്തിൽ പ്രവർത്തിക്കുന്നവർ, വെട്ടിനും കൊലയ്ക്കുമൊക്കെ പോകുന്നവർ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ, ഒരു കൈ വെട്ടി എത്ര രൂപ കിട്ടും, കാല് വെട്ടി എത്ര രൂപ കിട്ടും, അങ്ങനെ ഓരോ അവയവത്തിനും വില നിശ്ചയിച്ചിരിക്കുക മനുഷ്യൻ. ദൈവം എത്ര ശ്രേഷ്ഠമായിട്ടാണ് നമുക്ക് നല്ല അവയവങ്ങൾ നൽകിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികളെ, മറ്റുള്ളവരെ ബോംബ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ബോംബ് ഉണ്ടാക്കുന്നവർ, ഇതുമായിട്ട് കൂട്ടു നിൽക്കുന്നവരെ ചെയ്യുന്ന വ്യക്തികളുണ്ട്, കൊലപാതകത്തിൽ കൂട്ടു നിൽക്കുന്നവർ, രാഷ്ട്രീയപരമായ പ്രവർത്തനം വഴിയായിട്ടോ സംഘടനാപരമായ പ്രവർത്തനമായിട്ടോ സാമൂഹ്യമായ പ്രവർത്തനമായിട്ടോ. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് വടിവാളാണ് അവിടെ മൊത്തം ഉള്ളത്. വിശുദ്ധ കുരിശിലേക്ക് നോക്കേണ്ട ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ധർണയോ ബന്ധോ കൂട്ടോ ഉപവാസമോ, രണ്ട് ഉപവാസവും ഉണ്ട്. സാധാരണ രാഷ്ട്രീയക്കാരും സമൂഹത്തിലുള്ള വ്യക്തികൾ നടത്തുന്ന പോലെ ഉപവാസമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന ഉപവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിന്മയെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതും അത് ദൈവത്തോട് ചേർന്നിരിക്കുന്നതുമാണ്. ഏതെങ്കിലും ഒരു മന്ത്രിമന്ദിരത്തിൻ്റെ മുമ്പിൽ പോയിട്ടോ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോയിട്ടോ കളക്ടറേറ്റിന് മുമ്പിൽ പോയിട്ടോ ക്രിസ്ത്യാനികളായ ആരെങ്കിലും പോയിരുന്നിട്ട് അവിടെ പന്തലും കെട്ടി ഉപവസിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നന്മയായ ഒരു കാര്യത്തിൻ്റെ പേരിലായിരിക്കാം. മദ്യവിരുദ്ധ പ്രക്ഷോഭം, സമൂഹത്തിൽ ഇങ്ങനെ ചില കൊലപാതകം നടന്നു, അതിൻ്റെ പേരിൽ. യേശുക്രിസ്തു അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിയിരുന്നതെങ്കിൽ ഈശോ പറഞ്ഞു, പത്രോസ് വാളെടുത്തോ പറഞ്ഞു, വാൾ നീ നിൻ്റെ വാളിൻ്റെ ഉറയിലിടുക, കാരണം വാളെടുക്കുന്ന വാളാ നശിക്കും. ഈശോ പറഞ്ഞു, ഞാൻ ആവശ്യപ്പെട്ടാൽ പിതാവ് 12 വ്യൂഹം ദൂതന്മാരെ അയച്ചു തരത്തില്ലേ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അതുകൊണ്ട് പിടിക്കാനുള്ള പിടിച്ചുകൊണ്ട് പോട്ടെ, അവനിഷ്ടമുള്ളത് ചെയ്യട്ടെ, അത് ചെയ്യേണ്ടതാണ്. നിന്നുകൊടുത്തു. ഏത് ക്രിസ്ത്യാനി രക്തം ചിന്താൻ വിളിക്കപ്പെട്ടവനാ, മരിക്കാൻ വിളിക്കപ്പെട്ടവനാ. അതുകൊണ്ട് ഈ ശരീരത്തിന് മേൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവർ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ലൂക്ക 12 നാം വായിക്കുന്നുണ്ട്, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. അതുകൊണ്ട് ശരീരത്തെ ആരെന്ത് ചെയ്താലും നമ്മൾ പേടിക്കേണ്ട. സെബസ്ത്യാനത്തെ പുണ്യാളം ധർണ നടത്തിയായിരുന്നു, അന്തോനിത്തെ പുണ്യാളം ധർണ നടത്തിയില്ല, ആരും ധർണ നടത്തിയില്ല. ഇന്നിവിടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്രിസ്ത്യാനികൾ സംഘടനയുടെ പേരിൽ കൊടിയും പിടിച്ചും കൊണ്ട് ധർണ നടത്താൻ പോയിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ അവസാനിപ്പിക്കണം. ക്രിസ്ത്യാനിക്ക് കയറുന്നതല്ല അത്. ആരതിന് പ്രചോദനം കൊടുത്താലും അത് തെറ്റ് തന്നെയാണ്. കാര്യം അത് ഒരുപാട് പേരെ ജീവിതം നശിപ്പിക്കും. നമ്മളൊരു റാലി പോലും നടത്തുമ്പോൾ ചിന്തിക്കണം, എത്രയോ വാഹനങ്ങൾ ബ്ലോക്കാവുന്നു. ബന്ധും ഹർത്താലും ഒക്കെ കൊലപാതകത്തിൽ പെടുന്ന ഭാവമാണ്. കാരണം ഒരു ബന്ധു നടത്തുമ്പോൾ, ഹർത്താൽ നടത്തുമ്പോൾ നിരവധി വണ്ടികൾ ഓടുന്നില്ല, വാഹനങ്ങൾ ഓടുന്നില്ല. ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു വാഹനം എടുത്തിട്ടിരിക്കുന്ന ഒരു ഓട്ടോക്കാരനോ അല്ലെങ്കിൽ ഒരു ബസ്സിലെ ജോലിക്കാരനോ ഒക്കെ ഡെയിലി കിട്ടേണ്ട കാശ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യന് ആശുപത്രിയിൽ പോകണം, വണ്ടിയില്ല, പോകുന്ന വണ്ടിയെ തല്ലി ഉടയ്ക്കുക ചെറുപ്പക്കാർ. ആ ജീവൻ ആര് കണക്ക് കൊടുക്കും? നീ കണക്ക് കൊടുക്കണം. ഹർത്താൽ നടത്തുന്ന എല്ലാവരും ഹർത്താൽ ദിവസം ഏതെങ്കിലും വ്യക്തികൾ ചികിത്സ കിട്ടാതെ, വാഹനം കിട്ടാതെ മരിക്കുന്നുണ്ടെങ്കിൽ അത് നടത്തുന്ന ഏത് വ്യക്തി, ഒരു രാഷ്ട്രീയക്കാരനെ നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വരത്തില്ല. കർത്താവ് നിന്നോട് കണക്ക് ചോദിക്കും. നീ കാരണം ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, നീ കാരണം ജീവൻ നഷ്ടപ്പെട്ടു, നീ കാരണം ജീവൻ നഷ്ടപ്പെട്ടു. നമ്മോട് ചോദ്യം, നമ്മുടെ പിന്നാലെ കടന്ന ആ ചോദ്യം വരും. ഇവിടെ പറയുന്നുണ്ട്, കായനോട് ചോദിച്ചു, നിന്റെ സഹോദരനായ ആബേലിന്റെ രക്തം ഈ ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുക, ഭൂമിയിൽ കിടന്ന്. അതുകൊണ്ട് ഭൂമി നിനക്ക് ഫലം തരില്ല, ഭൂമി നിനക്ക് ഫലം തരില്ല. നീ കൃഷി ഇറക്കിയാൽ അവിടെ മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. കർത്താവല്ല ചെയ്തത്, നീ ചെയ്ത പ്രവൃത്തി വഴിയാണ് മുള്ളും മുൾച്ചെടി ഉണ്ടായിരിക്കുന്നത്. ഇനി എത്രയോ കൃഷി ഇറക്കിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും കിട്ടുന്നില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, കരഞ്ഞും കൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ വരണ്ട. കാരണം നമ്മുടെ കരച്ചിലുകൾ കർത്താവിന് കൃത്യമായിട്ട് അറിയാം. തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ ഓർത്ത് കരയാതെ,
തെറ്റിനെ ഓർത്ത് അനുദപിച്ച് കരയാതെ കർത്താവ് എനിക്ക് അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ കർത്താവ് നമ്മോട് പറയും, നിങ്ങളെ തന്നെ ഓർത്തൊന്ന് കരയുക, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുക. അതിനർത്ഥം നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചെയ്ത പ്രവൃത്തികളെ ഓർത്ത് കരയുക എന്നാണ്. ഈ അവസ്ഥയിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ തീർത്ത് പറയണം, ഞാൻ വിളിക്കപ്പെട്ടത് ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനി ക്രിസ്തുവിന് വേണ്ടി മരിക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടതാണ്. ക്രിസ്തുവിന് മരിക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടതാണ്. വടക്കേ ഇന്ത്യയിൽ ഒരുപാട് അച്ഛന്മാർ, ഒരുപാട് സന്യാസിനികൾ, ഒരുപാട് ശുശ്രൂഷകർ വെടിയേറ്റും വെട്ടും കുത്തുമേറ്റും മരിക്കുന്നുണ്ട്. അവരൊക്കെ ഞാൻ തീർത്തും പറയും വിശുദ്ധരാകും. കാരണം അവർക്ക് വേണ്ടി കൊടി പിടിക്കാൻ ആരുമില്ല. അവർക്ക് വേണ്ടി കൊടി പിടിക്കാൻ ആരുമില്ല. ഹരിദാസൻ മരിച്ചപ്പോഴും അമ്പേറ്റപ്പോഴും ആ അമ്പ് വലിച്ചൂരുമ്പോഴും പറഞ്ഞായിരുന്നു, യേശു ക്രിസ്തു അവരോട് ക്ഷമിക്കും, യേശു ക്രിസ്തു അവരോട് ക്ഷമിക്കും. ഇവിടെ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ അവകാശങ്ങളും നമ്മുടെ എല്ലാ കരുത്തും എടുത്ത് നമ്മൾ അതിന് എതിരായിട്ട് ഒരു കാര്യം തീർത്ത് പറയാം. ഇന്ന് കേരളത്തിലല്ല എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ തന്നെ നിരവധി പേരുടെ ജീവിതം വടക്കേ ഇന്ത്യയിലൊക്കെ ഹരിദാസ് അച്ഛനെ കൊന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അച്ഛനെ എനിക്കറിയാം, വർഗീസ് എന്നാണ് അച്ഛൻ്റെ പേര്. ആ അച്ഛൻ പലപ്പോഴും പല ധ്യാന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് സഹായിക്കാൻ വരാറുണ്ട്. അച്ഛൻ പറയുകയാണ്, ഒരിക്കലും എൻ്റെ പറഞ്ഞതാണ്, അന്ന് അച്ഛൻ മരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സഭ ഇന്ന് വളർന്നിരിക്കുക. കാരണം അവിടെ ഇന്ന് നമുക്ക് ഒരുപാട് മക്കളെ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്നറിയാമോ? ഒരിക്കലും പഴി പറഞ്ഞില്ല. മരിക്കാൻ നേരത്ത് പഴി പറഞ്ഞില്ല. കേരളത്തിൽ ഇന്ന് നമ്മൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ മറ്റു മതങ്ങളെ പോലെ ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്നവർ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സമരം തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് നമ്മൾ ചിലപ്പോൾ പ്രസംഗത്തിലൂടെ ലേഖനത്തിലും പറയുന്നുണ്ടായിരിക്കാം ക്രിസ്തു പഠിപ്പിച്ചത് പരസ്പരം സ്നേഹിക്കാനാണ്. എന്നാൽ വീട്ടിൽ പോയി മാറിയിരുന്നിട്ട് എവിടെയെങ്കിലും സ്ഥലത്ത് പോയി മാറിയിരുന്നിട്ട് ഫോൺ വിളിച്ചിട്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയും, അതൊക്കെ ജനങ്ങൾ കേട്ടോട്ടെ, എന്നാൽ നമുക്ക് കൊടിയെടുക്കാം, വാളെടുക്കാം, വെട്ടാം, ഹർത്താൽ നടത്താം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കണം. ഞാനത് പറയാൻ കാരണം നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടത് എല്ലാവരോടും ക്ഷമിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്തിളപ്പൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ആവേശമൊന്നും വേണ്ട, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് മതി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വെറുപ്പ് തിളച്ച് വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ ബാധിക്കുന്നുണ്ട്. ഇന്ന് അപ്പനെ അമ്മയെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ, മക്കൾ വിളിക്കുന്നുണ്ടെങ്കിൽ, നീയെന്നും അവരും എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ, തെറി വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തീർത്തു പറയാം ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ മകനോ മകൾക്കോ അല്ല, മാതാപിതാക്കൾക്കാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന അശുദ്ധിയുടെ പ്രതിഫലനങ്ങളാണ് അതെല്ലാം തന്നെ. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പിൻ്റെ മറ്റ് രൂപങ്ങളാണ് അതെല്ലാം തന്നെ. അതുകൊണ്ട് തിരിച്ചു വരാനായിട്ട് തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. സ്നേഹിതരായി ഞാൻ കരുതിയോരെല്ലാം ദ്രോഹം മാത്രം നൽകുമ്പോൾ കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. കണ്ണുകളെ അടച്ച് രണ്ട് കരങ്ങളും നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം കർത്താവിന്റെ മുമ്പിൽ. തീർച്ചയായും എൻ്റെ ജീവിതം തകർത്തവരോട് പ്രതികാരം ചെയ്യണമെന്നുള്ള തോന്നൽ ഉണ്ടായിരുന്നു കാണും. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രതികാരവും മനുഷ്യൻ്റെ ശരീരത്തോടാണ്, അവൻ്റെ ജീവിതത്തോടാണ്,
എന്നാൽ ദൈവത്തിൻ്റെ പ്രതികാരമാകട്ടെ അത് മനുഷ്യനോടല്ല, മനുഷ്യനെ നശിപ്പിക്കുന്ന സാത്താനോടാണ്. തിരുവചനം പറയുന്നു, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയത്തിൻ്റെ ഭാവത്തിലും. രണ്ട് കരങ്ങൾ നല്ലോണം ഉയർത്തിപ്പിടിക്കും കർത്താവിന് മുമ്പിൽ, മുട്ടുകൾ മടക്കാതെ. ഈശോയോട് നമുക്ക് പറയാം, കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ വെറുപ്പിന് അടിമയാണ്, എനിക്ക് രമ്യതപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അത് ബാഹ്യമായ ഒരു അവസ്ഥയിലൂടെയല്ല, ആന്തരികമായി എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന വെറുപ്പായതുകൊണ്ട് ഹൃദയത്തിൽ ഞാൻ ക്ഷമിക്കണം. ഹൃദയത്തിലാണ് വെറുപ്പ് കിടക്കുന്നത്, ഹൃദയത്തിൽ ക്ഷമിക്കണം. ചിലപ്പോൾ എനിക്കിവിടെ വെച്ച് ഒരു വ്യക്തിയോട് ക്ഷമ ചോദിക്കാൻ പറ്റിയേക്കും. അവരെ കാലെ പിടിച്ചോ കയ്യിൽ പിടിച്ചോ ഒക്കെ കെട്ടിപ്പിടിച്ചോ ഒക്കെ മാപ്പി ചോദിക്കാൻ പറ്റിയേക്കും. എന്നാൽ ആ വ്യക്തിയോട് ഹൃദയത്തിൽ ക്ഷമിക്കുന്നില്ല എങ്കിൽ ബാഹ്യമായി ഞാൻ നടത്തുന്ന ആ പ്രവൃത്തിക്ക് പ്രയോജനമില്ല. കർത്താവേ, ബാഹ്യമായ പ്രവൃത്തിയേക്കാൾ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ആന്തരികമായ ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണമാണ്. എൻ്റെ ഹൃദയത്തിലെ എല്ലാ വെറുപ്പും വിട്ടുപോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹൃദയത്തിലെ വെറുപ്പ് വിട്ടുപോകുമ്പോൾ എന്നെ വേദനിപ്പിച്ചവർ പറഞ്ഞ വാക്കുകൾ വിട്ടുപോകുന്നു, അവരുടെ സ്വഭാവങ്ങൾ ഭാവനയിൽ കാണുന്ന അവസ്ഥ വിട്ടുപോകുന്നു, അവരങ്ങനെ എന്നോട് പറഞ്ഞല്ലോ എന്നുള്ള ചിന്ത വിട്ടുപോകുന്നു. എൻ്റെ ബുദ്ധിയിൽ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രതികാര തന്ത്രങ്ങളും വിട്ടുപോകുന്നു. തിരുവചനം പറയുന്നു, ഹൃദയത്തിലാണ് ചിന്തയും ഭാവനയും ബുദ്ധിയുമായിരിക്കുന്നത്. കർത്താവേ, ഈ 3 മേഖലകളിലും പാപം കിടപ്പുണ്ട്, വെറുപ്പ് കിടപ്പുണ്ട്. അതെല്ലാം ഇപ്പോൾ വിട്ടുപോകട്ടെ. യേശു, ഞാൻ അവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു, ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു, ഹൃദയപൂർവ്വം അവരെ ഞാനിപ്പോൾ കാണുന്നു. എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ ഒരുപാട് പേരുണ്ട്. എൻ്റെ ചാരിത്രത്തെക്കുറിച്ച്, ഞാൻ ചെയ്യാത്ത തെറ്റുകളെക്കുറിച്ച്, ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചില വ്യക്തികളുടെ പേരൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ച് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ, ഞാൻ പണം എടുത്തില്ല പക്ഷെ പണം എടുത്തെന്ന് പറഞ്ഞു, ബിസിനസ്സിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ മോട്ടിച്ചെന്ന് പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല. എല്ലാ മേഖലകളിലേക്കും കടന്നു വരണം.